നിഷധരാജാവ് വീരസേനന്റെ മകനായിരുന്നു നളൻ. രൂപഭംഗിയിലും ഗുണങ്ങളിലും ധാർമ്മികതയിലും ധീരതയിലും പേരുകെട്ട നളൻ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയിരുന്നു. ഇതേ കാലഘട്ടത്തിൽ മറ്റൊരു രാജ്യമായ വിദർഭ രാജ്യത്തെ രാജാവായിരുന്നു ഭീമൻ. അദ്ദേഹത്തിന് ഇഷിധമനിൽ നിന്നുള്ള ആശീർവാദത്തോടെ 3 പുത്രന്മാരും ഒരു മകളുമാണ് ജനിച്ചത്. ആ മകളായിരുന്നു ദമയന്തി. സ്വയം ലക്ഷ്മീദേവിയെപ്പോലെയുള്ള അവളുടെ സൗന്ദര്യവും ഗുണങ്ങളും രാജ്യം മുഴുവൻ പ്രശസ്തമായിരുന്നു. ദമയന്തിയുടെയും നളന്റെയും മഹിമകളും ഗുണഗണങ്ങളും അവർ പരസ്പരം കേട്ടിരിക്കുന്നു. അവരുടെ ഹൃദയങ്ങളിൽ അപരിചിതമായ ഇഷ്ടം ഉടലെടുത്തു. അവർ ഒരുമിച്ച് സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. ഒരിക്കൽ നളൻ ഉദ്യാനത്തിൽ ദമയന്തിയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അപ്പോഴാണ് ഉദ്യാനത്തിലെ തടാകത്തിൽ ഒരു മനോഹരമായ അരയന്നകൂട്ടം. അതിന്റെ ചിറകുകൾ സ്വർണം പൂശിയതുപോലെ. അതിന്റെ ഭംഗി കണ്ട് കൗതുകം തോന്നിയ നളൻ അരയന്നകൂട്ടത്തിൽ നിന്ന് ഒരു ഹംസത്തെ പിടിച്ചു. പേടിച്ച ഹംസം രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും പറ്റിയില്ല. ഹംസം നളനോട് പറഞ്ഞു, കുമാരൻ ചിന്തിച്ചിരിക്കുന്ന രാജകുമാരിയെക്കുറിച്ച് കുമാരൻ അറിയണമെങ്കിൽ എന്നെ വെറുതെ വിടുക. നളൻ കൗതുകത്തോടെ ചോദിച്ചു, ഞാൻ ആരെയാണ് ചിന്തിക്കുന്നത്? അരയന്നം പറഞ്ഞു, കുമാരി ദമയന്തിയെ അല്ലേ? എന്നെ വിട്ടേക്കുകയാണെങ്കിൽ ദമയന്തിയോട് ഞാൻ പോയി കുമാരന്റെ പ്രണയം പറയാം. നളൻ ഹംസത്തെ വിട്ടയച്ചു. ഹംസം പറഞ്ഞ വാക്ക് പാലിച്ചു. ഹംസം പറന്ന് ദമയന്തിയുടെ ഉദ്യാനത്തിൽ എത്തുകയും ചെയ്തു. ദമയന്തിക്കും ഹംസത്തെ കണ്ടപ്പോൾ കൗതുകം തോന്നി. ഹംസം നളനെക്കുറിച്ചും നളന്റെ ഗുണങ്ങളെക്കുറിച്ചും ദമയന്തിയോട് പറയാൻ തുടങ്ങി. അരയന്നത്തിൽ നിന്നും നളനെക്കുറിച്ച് കേട്ട ദമയന്തിക്ക് നളനോടുള്ള ഇഷ്ടം കൂടാൻ തുടങ്ങി. അവർ ഇരുപേരും ഹംസത്തെ അവരുടെ പ്രണയത്തിന്റെ ദൂതായി നിയോഗിച്ചു. ആ ഹംസം മൂലം അവരുടെ പ്രണയം കൂടുതൽ ദൃഢമായി. ആ സമയത്താണ് വിദർഭ രാജാവ് ദമയന്തിക്ക് സ്വയംവരം വിളംബരം ചെയ്തത്. സ്വയംവരത്തിന് എല്ലാ രാജ്യത്തിൽ നിന്നുമുള്ള രാജാക്കന്മാർ പുറപ്പെട്ടു. സ്വർഗത്തിൽ നിന്നും ദേവന്മാർക്കു വരെ ഈ വാർത്ത ലഭിച്ചു. നാരദമഹർഷിയിൽ നിന്ന് ദേവന്മാരും ദമയന്തിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് കേട്ടറിഞ്ഞിരുന്നു. ഇന്ദ്രൻ, അഗ്നി, യമൻ, വരുണൻ എന്നീ ദേവന്മാരും ദമയന്തിയുടെ സ്വയംവരത്തിൽ പങ്കെടുക്കുന്നതിനായി പുറപ്പെട്ടു. ദേവന്മാർ യാത്രയിൽ നളനെ കണ്ടുമുട്ടി. ദേവന്മാർക്ക് നളന്റെയും ദമയന്തിയുടെയും സ്നേഹത്തെക്കുറിച്ച് അറിയാമായിരുന്നിട്ടും ദേവന്മാർ നളനെ ദൂതനായി നിയോഗിച്ചു. ദേവന്മാർ നളനോട് പറഞ്ഞു, ഞങ്ങൾ 4 പേരിൽ ആരെയെങ്കിലും വിവാഹം ചെയ്യണം എന്ന് ദമയന്തിയോട് പറയുക. നളൻ മനസ്സില്ല മനസ്സോടെ അത് സമ്മതിക്കുകയും ചെയ്തു. നളൻ ദമയന്തിയുടെ അരികിൽ എത്തുകയും ദൂത് പറയുകയും ചെയ്തു. ദമയന്തി അപ്പോൾ തന്നെ അത് തിരസ്കരിച്ചു. സ്വയംവര സമയമായി. എല്ലാ രാജാക്കന്മാരും മണ്ഡപത്തിൽ എത്തിയിരുന്നു. ദമയന്തി കൈയിൽ പൂമാലയുമായി മണ്ഡപത്തിലേക്ക് സാവധാനം വന്നു. ദമയന്തി പൂമാല കൈയിൽ പിടിച്ചു ചുറ്റിനോക്കി. താൻ പ്രാണൻ പോലെ സ്നേഹിക്കുന്ന നളനെ കാണാനായി. പക്ഷെ പ്രണയം തുളുമ്പുന്ന ആ കണ്ണുകൾക്ക് വിശ്വസിക്കാനായില്ല. 5 നളന്മാർ ഒരേപോലെ, അവരുടെ മുടിയിഴകൾ പോലും ഒരേപോലെ. ദമയന്തി ആകെ കുഴഞ്ഞു. ദമയന്തി കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു, ഈശ്വര, എന്റെ പ്രിയനെ കാട്ടിത്തരേണമേ. എന്തോ ഒരു ഊർജം തന്നിൽ വന്നപോലെ തോന്നിയ ദമയന്തി കണ്ണുകൾ തുറന്നു. ആ 5 പേരുടെയും അടുത്തേക്ക് നീങ്ങി. അതിൽ 4 പേർ ആത്മവിശ്വാസത്തോടെയും അമാനുഷരെ പോലെ നിൽക്കുന്നു. ഒരാൾ മാത്രം വിയർക്കുന്നു. കണ്ണുകളിൽ തന്നോടുള്ള സ്നേഹവും ഈ സാഹചര്യത്തോടുള്ള ഭയവും കാണുന്നു. ദമയന്തി തന്റെ പ്രാണന്റെ അടുത്ത് ചെന്നു വരണമാല ചാർത്തി.